കൊല്ലത്ത് 8 വയസ്സുകാരി നിയ ഫൈസൽ പേവിഷബാധയേറ്റ് മരിച്ച സംഭവത്തിൽ ഡോക്ടർമാരെ പ്രതി ചേർത്ത് കേസന്വേഷണം പുനരാരംഭിച്ചത് അടുത്തിടയ്ക്കാണ്. സൂപ്രണ്ട് ഉൾപ്പെടെ 4 പേരെ പ്രതി ചേർത്താണ് അന്വേഷണം. ചികിത്സയിൽ പിഴവുണ്ടായി എന്നാണ് എഫ്ഐആർ. ഉദാസീനത അലങ്കാരമാക്കിയ സിസ്റ്റത്തിനെതിരെയാണ് ഒരമ്മയുടെ പോരാട്ടം. കഴിഞ്ഞ വർഷം ഇതേ ദിനത്തിലാണ് നിയ ഫൈസൽ എന്ന 8 വയസ്സുകാരി കേരളത്തിന്റെ നോവായി മാറിയത്. കഴിഞ്ഞ വർഷം ഇതേ ദിനം ഈ നാടിനെ വല്ലാതെ വേദനിപ്പിച്ചൊരു വീടാണിത്. ചുറ്റും കൂടി നിന്നവർക്ക് പോലും ഒന്ന് ആശ്വസിപ്പിക്കാൻ കഴിയാതെ പോയൊരു വീട്. വലിച്ചെറിഞ്ഞ മാലിന്യം തേടിയെത്തിയ തെരുവു നായ്ക്കൾ ഇല്ലാതാക്കിയതാണ് ആ കുരുന്നു ജീവനെ. വീട്ടുമുറ്റത്ത് നിന്ന് കളിച്ചിരുന്ന 8 വയസ്സുകാരിയെ നായ്ക്കൾ കടിച്ചുകുടഞ്ഞത് കഴിഞ്ഞ വർഷം ഏപ്രിൽ 8-നാണ്. പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും അത് അറിഞ്ഞ് അസുഖമാണ് എന്ന് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞ് ഇനി തിരിച്ച് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെന്താ ചെയ്യണ്ടേന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. വിളക്കുടിയിലെ ഹബീറയുടെയും ഫൈസലിന്റെയും വീട്ടിൽ നിന്ന് നിയയുടെ കുഞ്ഞുചിരി മാഞ്ഞിട്ട് 1 വർഷമാകുന്നു. കുഞ്ഞനുജത്തിക്കൊപ്പമുള്ള കളികൾ മുഹമ്മദ് ഇശാലിന് ഇന്നൊരു ഓർമ്മ മാത്രമാണ്. എത്രത്തോളം പോവാം എന്നൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. കാരണം സർക്കാർ ഡോക്ടേഴ്സല്ലേ, സർക്കാർ സംരക്ഷിക്കാതിരിക്കത്തില്ലല്ലോ. അമ്മമാർ ജീവിച്ചിരിക്കെ മക്കൾ ഇതുപോലൊക്കെ മരണപ്പെടുമ്പോൾ അതിനൊരു നീതി കിട്ടാതെ വരുമ്പോൾ എങ്ങനെയാ ജീവിച്ചിരിക്കുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല. അത്രത്തോളം സഹിക്കാൻ പറ്റില്ല നമുക്ക്. എൻ്റെ ഈ വേദന ഒരു കുടുംബത്തിനും പറ്റരുത് എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഇനി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഒരാഴ്ച മുമ്പ് മകൻ ഇശാലിനെയും നായ്ക്കൾ കടിക്കാൻ ഓടിച്ചു. ഒരു ജീവൻ നഷ്ടമായിട്ടും ഇവിടത്തുകാരുടെ ജീവിതം ഇന്നും നായഭീതിയിലാണ്. മാറ്റമില്ലാത്ത സിസ്റ്റത്തിനെതിരെയാണ് ഈ അമ്മയുടെ പോരാട്ടം. സ്വന്തം നാടിൻ്റെ സംരക്ഷണം വേണം എന്നുള്ളൊരു സർക്കാരാണെങ്കിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്താവുന്നതല്ലേ ഉള്ളൂ. ഇനി അതിനെതിരെ ഇറങ്ങണം എന്നുള്ളൊരു ചിന്തയിലാണ് ഞങ്ങളിപ്പോൾ കഴിയുന്നത്. മനുഷ്യനല്ലേ, ജീവിച്ചു പോകണ്ടേ. നിയ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ മാസം 20-ന് അവൾ 9ാം പിറന്നാൾ ആഘോഷിക്കുമായിരുന്നു. തീരാ നഷ്ടത്തിന്റെ നിശബ്ദതയിലും ചാടി വീഴുന്ന നായ്ക്കളുടെ കുരയെപ്പോലും ഇന്നും ഈ വീടും നാടും ഭയപ്പെടുന്നുണ്ട്. ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.